ഒരു ജപ്തിയുടെ വക്കത്തെത്തിയ ഒരു വീട്ടിൽ കടന്നുറങ്ങാൻ എത്രമാത്രം സമാധാനം ഉണ്ടാവും എന്നുള്ളത്. എന്നതുപോലെ ഒരു കടക്കെണിയിലായ ഒരു ഓഫീസിന്റെ ഉള്ളിലേക്കാണ് ഇന്ന് UDF സംവിധാനത്തിൽ ഭരണ സംവിധാനം ജനങ്ങളെ ഏൽപ്പിച്ച ആ ഒരു ഭരണസമിതി അതിലേക്ക് കയറി ചെല്ലുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റ്. ഇത് നേരത്തെയുള്ള, അതായത് ഈ കഴിഞ്ഞു പോയതിന് മുമ്പത്തെ കൗൺസിലിന്റെ കാലത്താണ് ഈ ഇൻഡോർ മാർക്കറ്റിന്റെ പണിയൊക്കെ തുടങ്ങുന്നത്. ഏതാണ്ട് പ്രവാസികളടക്കം ആളുകളുടെ 22 കോടി രൂപയോളം ഏകദേശം ഇത് റൂമുകളൊക്കെ ലേലം ചെയ്ത വകയിൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ പണി തുടങ്ങി ഇതുപോലെയൊക്കെയായി. ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് വരെ ഇവിടെ വീണ്ടും പണി നടന്നിരുന്നു. അതായത് എന്താ പറയാ, കുറച്ച് പണികളൊക്കെ അവിടെ ഇങ്ങനെ നടന്നിരുന്നു. ഈ ഇവിടുത്തെ ദുരിതാവസ്ഥ, വ്യാപാരികളുടെ ദുരിതാവസ്ഥ പല പ്രാവശ്യം നമ്മൾ വാർത്ത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന പണിയും പൂർത്തീകരിച്ച് അവരെല്ലാം പോയി എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഇവിടെ വ്യാപാരികളെ പല ആളുകളും നേരത്തെയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ പ്രതികരിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോകുമായിരുന്നു. ഇപ്പോൾ ഇനി പ്രതികരിക്കുന്ന കാര്യം, ഇപ്പോൾ UDF 30 വർഷത്തിന് ശേഷം UDF ഇവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, ഇനിയെങ്കിലും ഈ മാർക്കറ്റിന്റെ കാര്യത്തിൽ തീരുമാനം. അങ്ങനെ തീരുമാനത്തിൽ പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. നമ്മള് ഇനിയില്ല മുനിസിപ്പാലിറ്റിത്തെ ആൾക്കാരോട്, നമ്മളെ ചെയർമാനോടും ആരവിനെച്ചാൽ അവരോടും, ഈ വാർഡിന്റെ മെമ്പർ അവരോടും, നാലകത്ത് ബഷീർ സാഹിബിനോടും പറഞ്ഞ് ഈ മാർക്കറ്റിക്ക് ജനങ്ങൾ വരാനില്ല, ഫസ്റ്റായിട്ട് ജനങ്ങൾ വരാനില്ല കവാടങ്ങൾ തുറന്ന് 2 ഭാഗം തുറന്ന് ഇതിനെ ഒരു ജനങ്ങൾക്ക് വണ്ടി നിർത്താനും പാർക്കിംഗ് സൗകര്യം ഫ്രണ്ടേജിലും ഒന്ന് ശരിയാക്കിയിട്ട് കച്ചവടം താൽക്കാലികം അതെല്ലാം ചെയ്ത് പിന്നെ 2-3 ടോയ്ലറ്റ് ഒക്കെ വരികയാണെങ്കിൽ ജനങ്ങൾ ഇവിടെ ടോയ്ലറ്റ് വന്ന ടോയ്ലറ്റ് ഇല്ല, ഒരു സംവിധാനം. അതായത് ഇത്രയും വലിയൊരു ഇൻഡോർ മാർക്കറ്റ് ആണ്, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു രക്ഷയില്ല, വേറെ പുറത്തു പോയേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കൂ. പിന്നെ ഇവിടുത്തെ അവസ്ഥ ഒരുപാട് വട്ടം നമ്മൾ തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇത് കാണാം, ഇവിടെയൊക്കെ എന്താ പറയാ, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് വരാനേ പറ്റില്ല. ഈ റോഡെങ്കിലും നേരെ 2 വഴിയും ഒന്ന് ശരിയാക്കി കൊടുത്താൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ആളുകൾ വന്നേക്കും അല്ലേ? ഒരു ഓട്ടോ വരാനുള്ള വഴി അവിടെ നിന്നിട്ടും ഇവിടെ ഈ റോഡുകൾ ഒന്ന് വീതി കൂട്ടി ചാല് റെഡിയാക്കിയിട്ട് വീതി കൂട്ടി ടാർ ചെയ്ത് ഇവിടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ താൽക്കാലിക ആശ്വാസമുണ്ട്. ഇവിടെ ആകെ 4 പച്ചക്കറി കടയുണ്ട്, കുറച്ച് മീൻ കടയുണ്ട്, കുറച്ച് കോഴിക്കടയുണ്ട്, ഒരു ഇറച്ചിക്കട, മോഡേൺ ഇൻഡോർ മാർക്കറ്റ്. ബാക്കിയൊക്കെ അടച്ച് അതിമൊക്കെ സീലൊട്ടിച്ചിക്കുക, ആൾ വാടക അടക്കാൻ. അല്ല ആരും അവിടെ തുറന്നിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ അതിനൊക്കെ പോയൊക്കെ അറിയാം. ഇവിടെ ആകെ 2, 3, 4 കച്ചവടക്കാരല്ലേ, അതന്നെ വേണ്ട വെച്ചിട്ട് ചെയ്യാണ്, വേറെ നിവൃത്തിമാർക്കല്ല. അതുകൊണ്ട് അപ്പൊ ഇനിയെങ്കിലും ഈ ഭരണസമിതിയെങ്കിലും ഇത് ജനങ്ങൾക്ക് വരാനും പോവാനും ഇവിടെ കച്ചവടം ചെയ്യാനും നല്ല ഒരു ഇതുണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എന്തായാലും അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഏതായാലും പുതിയ അധികാരം വഹിക്കുന്ന UDF ഭരണസമിതിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. മാർക്കറ്റിലെ പല വ്യാപാര സ്ഥാപനങ്ങളിലും പൂട്ടിപ്പോയി. ഇനിയിപ്പോൾ ഇത് എന്നാണ് ശരിയാവുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വലിയ തന്നെ ഇപ്പം നിർത്തിവെച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഒരു വ്യാപാരി നമ്മോട് പറഞ്ഞത് 2 ഭാഗത്തും റോഡുകളൊന്നും ശരിയാക്കിയാൽ ആളുകൾക്ക് വരാം, പിന്നെ മൂത്രം ഒഴിക്കാൻ, അതായത് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ടെങ്കിൽ അതൊരു സമാധാനമാണ്, പള്ളിയിൽ പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇനിയിപ്പോൾ UDF പുതിയ ഭരണസമിതി വന്നിരിക്കുന്നു. ഈ മാർക്കറ്റിനെ ഒരു ഇൻഡോർ മാർക്കറ്റ് പഴയ വിഭാവനം ചെയ്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇല്ല, ഇനി നമ്മള് ഉഷാറാവുന്ന പ്രതീക്ഷിക്കണേ. അതുകൊണ്ടല്ല ഇപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ ഇത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചേ. ഇത്രയും കാലം അത് മോശത്തില് ആൾക്കാർക്ക് വരാനുള്ള സൗകര്യങ്ങളൊക്കെ കമ്മി, വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിറച്ച് ചളിയും ഈ കല്ലും കുടുങ്ങൊക്കെ. ഇനി അത് നേരെ ഒന്ന് പ്രതീക്ഷിക്കണം. ഈ 2 സൈഡിലേക്കുള്ള ഈ റോഡ് ശരിയാക്കി തന്നെ കുറച്ച് ആൾക്കാർ വരും. ഇത് അവിടെ കല്ലും കുണ്ടും മുള്ളും ഒക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ വണ്ടിയൊന്നും വരാൻ പാർക്ക് ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പോ വരുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ അത് ശരിയാക്കണം. നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്, വരുന്നില്ല. പുതിയ ഭരണസമിതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ല ഇപ്പൊ നമ്മൾ ജനങ്ങളൊക്കെ ഇപ്പൊ ചെയ്തത്. അതെ, നല്ല പ്രതീക്ഷയാണ്. ജനങ്ങളൊന്ന് മാറി അങ്ങ് ചിന്തിച്ചു. അപ്പൊ ഇത് നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ. അത് നേരെ ആവുകയാണെങ്കിൽ നമ്മളിവിടെ കച്ചവടക്കാർക്കൊക്കെ കുറച്ച് പല വ്യാപാരികളും ഇതിപ്പോ ഒരു വിട്ടുന്ന വണ്ടി വന്ന ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. പിന്നെ ഇവിടുന്ന് ഈ വണ്ടിക്ക് വരാനുള്ള സൗകര്യങ്ങളും റോഡ് ഇതൊക്കെ കേടായതുകൊണ്ട് നിർത്താൻ ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ കമ്മിയാണ്. ഇനി നേരെ നല്ല പ്രതീക്ഷയുണ്ട് അല്ലേ? എന്തായാലും വലിയ പ്രതീക്ഷയാണ് വ്യാപാരികൾ. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതോടെ
മാർക്കറ്റിന്റെ കുറേ കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും. അങ്ങനെയെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ, കസ്റ്റമേഴ്സ് വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ വരണമെങ്കിൽ ആദ്യം തന്നെ പുതിയ ഭരണസമിതി എടുക്കേണ്ട ഒരു തീരുമാനം ഇവിടെ 2 റോഡുകളൊന്ന് ശരിയാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ എന്തായാലും ഉടൻ നടപടി ഉണ്ടാകണമെന്ന വ്യാപാരികളുടെ കൂടെ ഞാനും കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവരുടെ ഈ ദുരിതാവസ്ഥ പലവട്ടം വാർത്ത ചെയ്തിട്ടുള്ളത് കൊണ്ട് ഏതായാലും പുതിയ ഭരണസമിതിയിൽ ഇവർ പ്രതീക്ഷ അർപ്പിക്കുന്നതുകൊണ്ടാണ് ഒരു അഭ്യർത്ഥന രൂപത്തിലെങ്കിലും ഞങ്ങളും ആ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഒരു സ്വപ്ന പദ്ധതിയായ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ അവസ്ഥകളൊക്കെ പ്രേക്ഷകർ കണ്ടു. ആ ഇൻഡോർ മാർക്കറ്റിന് വേണ്ടി ഏതാണ്ട് 20-22 കോടി രൂപയാണ് നേരത്തെ ലേലം വിളിച്ച വകയിലൊക്കെ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അതിൻ്റെ അവസ്ഥ ഒരുപക്ഷെ കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. നേരത്തെയൊക്കെ അവിടെയുള്ള കച്ചവടക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ അവരുടെ വിഷമങ്ങൾ പറയാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. കാരണം ഇപ്പോൾ അവർ പലരും ധൈര്യത്തോട് തന്നെ പറയുകയുണ്ടായി. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കൗൺസിൽ യോഗത്തിലും അതുപോലെ അല്ലാതെയും ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് പച്ചേരി ഫാറൂഖ്. അദ്ദേഹം മുൻ നഗരസഭ കൗൺസിലിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇനി മോഡേൺ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ, ഇൻഡോർ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ നഗരസഭ കഴിഞ്ഞ 6 കൊല്ലം മുമ്പ് മുഹമ്മദ് സലീം ചെയർമാനായിരുന്നപ്പോഴാണ് അത് തറക്കല്ലിട്ട് പണി ആരംഭിച്ചത്. പണി ആരംഭിച്ച ഉടനെ തന്നെ അവർ ചെയ്തത് അതിൻ്റെ പ്ലാന് കാണിച്ചുകൊണ്ട് ഈ കേരളത്തിൽ സംസ്ഥാനത്തുടനീളം വലിയ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടാണ് ലേലം വിളി നടന്നത്. ആ ലേലത്തിൽ ഏകദേശം വന്ന് 22 കോടിയിലധികം രൂപ ലേല സംഖ്യ നഗരസഭ ഈടാക്കിയിട്ടുണ്ട്. അത് 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ പറ്റിച്ച് എഗ്രിമെന്റ് വെച്ച് ആ പൈസ മുഴുവൻ അവർ ഈടാക്കിയ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഈ 6 കൊല്ലക്കാലം ഈ സാധുക്കൾ ആ എഗ്രിമെന്റിന്റെ പേരിൽ നഗരസഭ കയറി ഇറങ്ങാം. ആ പൈസ തിരിച്ചു കിട്ടാൻ പോലല്ല, അതല്ലെങ്കിൽ അത് പണി പൂർത്തിയാക്കി അവർക്ക് റൂം കൈമാറ്റം ചെയ്യാനും ഒരു സാധ്യതയും ഇല്ലാത്ത വലിയ പ്രതിസന്ധിയിലാണ് നഗരസഭ ഉള്ളത്. ഏകദേശം വലിയ തോതിൽ കടബാധ്യത അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പ്ലാനിങ് ഇല്ലാതെ, പദ്ധതികളില്ലാതെ വലിയ തോതിൽ ധൂർത്തിന്റെ ഭാഗമായി അഴിമതി നിറഞ്ഞ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നഗരസഭയ്ക്ക് ഈ ഒരു വലിയ പ്രതിസന്ധി വന്നിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ തനത് വരുമാനമുള്ള ഒരു നഗരസഭ കൂടിയാണ്. എന്നിട്ടാണ് ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് ഒരു കരാറുകാരനെ കണ്ടപ്പോൾ ആ നഗരസഭ ഹൈടെക് കോംപ്ലക്സിലെ മുനിസിപ്പൽ ഓഫീസ് സമുച്ചയം പണിയെടുത്തിട്ടുണ്ട് 35 ലക്ഷം രൂപ 6 കൊല്ലമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് സങ്കടത്തോടു കൂടി പറയാണ്. 6 കൊല്ലം മുമ്പ് വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിൻ്റെ 35 ലക്ഷം രൂപ കരാറിന് കൊടുക്കാനുണ്ട് എന്ന് അവരിങ്ങോട്ട് പറയാണ്. അപ്പൊ ആ കോലത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭ ഏകദേശം 25 കോടിയോളം നഗരസഭയിലെ വർക്ക് ചെയ്ത ബില്ല് പേയ്മെന്റിന് അവിടെ സമർപ്പിച്ചിട്ട് 25 കോടി രൂപയോളം കരാറുകാർക്ക് കൊടുക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പരിശോധിക്കണം. ഇപ്പോൾ ഭരണസമിതി സംവിധാനം മാറി, സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുത്ത് അതിന്റെ സാമ്പത്തിക നില പരിശോധിക്കണം ആദ്യം. അതിനുശേഷം ഞങ്ങൾക്ക് അതൊക്കെ എത്രമാത്രം ഫലപ്രദമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നൊക്കെ പരിശോധിക്കാൻ കഴിയും. ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ശമ്പളം കൊടുക്കാൻ ഞെക്കിഞ്ഞെരുങ്ങാണ്, വലിയ പ്രയാസം നേരിടാണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും കൗൺസിലർമാരുടെ ഓണറേറിയം കൊടുക്കാനൊക്കെ വലിയ പ്രയാസം നേരിട്ട് ദൈനംദിന ചെലവുകൾക്ക് പോലും വലിയ പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഞാൻ തമാശ രൂപേണ പറച്ചിലുണ്ട്. ഒരു ജപ്തിയുടെ വക്കത്തെത്തിയ ഒരു വീട്ടിൽ കടന്നുറങ്ങാൻ എത്രമാത്രം സമാധാനം ഉണ്ടാവും എന്നതുപോലെ ഒരു കടക്കെണിയിലായ ഒരു ഓഫീസിന്റെ ഉള്ളിലേക്കാണ് ഇന്ന് UDF സംവിധാനത്തിൽ ഭരണ സംവിധാനം ജനങ്ങളെ ഏൽപ്പിച്ച ആ ഒരു ഭരണസമിതി അതിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായി പഠനം നടത്തിക്കൊണ്ട് ഈ വരും കാലങ്ങളിൽ എത്രമാത്രം ഞങ്ങൾക്കത് ജനങ്ങളുടെ ആശക്കനുസരിച്ച് അവരുടെ തൃപ്തിക്കനുസരിച്ച് ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് പരിശോധിക്കണം. എന്നിരുന്നാലും അതിന് പൂർണ്ണ നിയന്ത്രണങ്ങൾ, സാമ്പത്തിക ധൂർത്തിന് നിയന്ത്രണങ്ങൾ കൊടുന്നുകൊണ്ട് ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് ഈ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ കടബാധ്യതകൾ തീർക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ചു കൊണ്ടായിരിക്കണം ഈ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ട്. കുറച്ച് സമയം എന്തായാലും എടുക്കും. 22 കോടി രൂപയോളം ലേലം വിളിച്ചെടുത്ത ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. അവരൊക്കെ അപേക്ഷ കൊടുത്ത് കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങി അവിടെ കിടക്കുകയാണ്, ഫയലുകൾ അവിടെ കിടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 22 കോടിയൊക്കെ പിരിച്ചെന്ന് പറയുന്നു,
ഈ പണമൊക്കെ അതുപോലെ ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ തനത് ഫണ്ട് ഉള്ള ഒരു നഗരസഭയാണെന്ന് പറയുന്നത്. ഈ പണമൊക്കെ പിന്നെ എങ്ങോട്ട് പോയിന്ന് ജനം ചോദിച്ചാൽ, എങ്ങോട്ടാണ് ചെലവഴിച്ച് പോകപ്പെടുന്നത് എന്ന് ജനം ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം കൂടി ഒരുപക്ഷെ നിങ്ങൾ കൂടി നേരത്തെ കൗൺസിലിൽ ഉണ്ടായിരുന്നതാണെന്നിട്ട് ഈ പണമൊക്കെ പിന്നെ എങ്ങോട്ടാ പോയത്? അത് കഴിഞ്ഞ മുഹമ്മദ് സലീമിന്റെ കാലത്താണ് ഈ സംഗതികളൊക്കെ നടന്നിട്ടുള്ളത്. ലേലം ചെയ്തതും അവിടെ എഗ്രിമെന്റ് വെച്ചതും ഈ ക്യാഷ് അവരിൽ നിന്ന് വാങ്ങിയതും അത് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. കൗൺസിലിൽ ഞാൻ ഒട്ടനവധി പ്രാവശ്യം ഇത് ചോദ്യം ചെയ്താണ്, വിവരാവകാശം ഞാൻ കൊടുത്തിട്ട് അതിന്റെ മറുപടി കിട്ടിയതും ഈ അർത്ഥത്തിലാണ്. അത് ആ കാലഘട്ടത്തിൽ ഇതിന് വിനിയോഗിക്കേണ്ട കെട്ടിടം പൂർത്തീകരണത്തിന് വിനിയോഗിക്കേണ്ട ഫണ്ട് ഈ നഗരസഭയിലെ മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് ചെലവഴിച്ചതിന്റെ പരിണിത ഫലമാണ് ഈ കഴിഞ്ഞ 6 കൊല്ലക്കാലം ഈ നഗരസഭ അനുഭവിച്ച ദുരിതം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ധൂർത്തും പിന്നെ അഴിമതിയും സാമ്പത്തിക ലാഭമായിരുന്നു അന്നത്തെ ചെയർമാനും അന്നത്തെ ഭരണസമിതിക്കും ലക്ഷ്യം ഉണ്ടായിരുന്നത്. കുറെ ജനങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതോട് കൂടി തന്നെ അവർക്ക് സാമ്പത്തിക താല്പര്യമായി. അതിൽ വലിയ അഴിമതി, അന്ന് കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത് ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫയലുകളൊക്കെ കൃത്യമായി പരിശോധിച്ച് ഒരു ഓഡിറ്റ് വെച്ചുകൊണ്ട് ആ ഓഡിറ്റിന്റെ റിപ്പോർട്ടിനനുസരിച്ച് ആ വിജിലൻസ് അന്വേഷണം നടത്തേണ്ടത് വിജിലൻസ് അന്വേഷണം ഞങ്ങൾ നടത്തും. ഏത് രീതിയിലാണ് അന്വേഷണം നടത്തേണ്ടത് വെച്ചാൽ ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി അതിൽ നടന്ന ക്രമക്കേടുകളൊക്കെ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത കൂടി ഞങ്ങൾക്കുണ്ട്. ഈ കടബാധ്യത വെച്ചുകൊണ്ട് ഈ ഭരണസമിതി എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കണം. അതൊക്കെ തീർത്തുകൊണ്ട് ഒരു 6 മാസം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. സംസ്ഥാനത്തൊരു UDF സംവിധാനം വരികയാണെങ്കിൽ ആ ഗവൺമെന്റ് സംവിധാനം കൂടി ഉപയോഗിച്ചുകൊണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒട്ടനവധി പദ്ധതികൾ ഫണ്ട് ഉണ്ട്. മലപ്പുറം നഗരസഭയുടെ ഉദാഹരണമാണ്. 200 കോടി രൂപയോളം കഴിഞ്ഞ മലപ്പുറം നഗരസഭ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല? അത് ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ പദ്ധതികൾ ഉണ്ടാക്കി അത് ഗവൺമെന്റിൽ സമർപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റിലേക്ക് എത്തിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ടുകൾ ഈ നഗരസഭയിലേക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഈ നഗരസഭയിൽ 5 കൊല്ലം ഞങ്ങളുടെ കൈകളിൽ ഒരു ഭദ്രമായ ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ അടിവരട്ട് പറയുന്നു, ഈ 5 കൊല്ലം കൊണ്ട് ഇവർ 30 കൊല്ലം ചെയ്യാത്തത് 5 കൊല്ലം കൊണ്ട് എല്ലാം ചെയ്യും എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഈ ഭരണസമിതിയുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ സാമ്പത്തിക പിന്തുണയോടുകൂടി ഒരു 5 കൊല്ലം കൊണ്ട് ഈ ടൗണുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഞങ്ങൾക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് തീർത്തും ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയണം. അതിന് പെരിന്തൽമണ്ണയിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കിട്ടാവുന്ന എല്ലാ സ്രോതസ്സുകളും അതിലിവിടെ വ്യാപാരികളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടുത്തെ ആശുപത്രിയുടെ മാനേജ്മെന്റിന്റെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവിടെ വളർന്നു വരുന്ന കളിക്കാരുടെ പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തേടിക്കൊണ്ട് ഒരു നല്ല സംവിധാനത്തിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി പെരിന്തൽമണ്ണയുടെ ഒരു നന്മ എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. ആ നന്മയ്ക്ക് വേണ്ടി കിട്ടാവുന്ന ആളുകളുടെ പിന്തുണയും സഹായവും കിട്ടാവുന്ന സാമ്പത്തിക സ്രോതസ്സും ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഈ പെരിന്തൽമണ്ണയിലെ നല്ല ഒരു മാറ്റത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. എന്നാലും വളരെ വ്യക്തമായി പച്ചേരി ഫാറൂഖ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം നേരത്തെ കൗൺസിലിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, നേരത്തെ ഉള്ള കൗൺസിലിലേക്ക് ചില അഴിമതി ആരോപണങ്ങളൊക്കെ അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ വിജിലൻസ് അന്വേഷണത്തിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. പിന്നെ മോഡേൺ മാർക്കറ്റിന്റെ കാര്യം അദ്ദേഹം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ ഇപ്പോൾ ഏറെ വല്ലാത്ത പരിതാപകരമായ എടുത്തു പറഞ്ഞൊരു കാര്യം, 5 പൈസ ഇല്ലാത്ത എന്താണ് പട്ടിണിയായി വീട്ടിലേക്ക് അല്ലേ, പട്ടിണി വീട്ടിൽ ഒരു ദുരിതമുള്ളൊരു വീട്ടിലേക്ക്, ഒന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അവസ്ഥയായിരിക്കും. എന്തായാലും പരിശോധിച്ച് ഏറ്റവും മികച്ച രീതിയിൽ ഈ ജനങ്ങൾ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ആയിരുന്നു അല്ലേ, തെരഞ്ഞെടുപ്പിനെ ഏറ്റവും മികച്ച രീതിയിൽ നിയന്ത്രിച്ച ഒരാൾ കൂടിയാണ് പച്ചേരി ഫാറൂഖ്. MLA ബാബുരാജ്, പിന്നെ അതുകൂടാണ്ട് ഇദ്ദേഹം കൂടി ഒരുമിച്ച് എല്ലാവരെയും പ്രവർത്തകരെ ഏകോപിപ്പിച്ചതിന്റെ കാരണം ഇവരുടെയും കൂടി ശ്രമമാണ്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഭരണം ഉണ്ടാകുമെന്ന് നാട്ടുകാർക്ക് പ്രതീക്ഷിക്കാം. വലിയ അവകാശവാദങ്ങളില്ലെങ്കിലും 30 വർഷം LDF ഭരിച്ചത് പോലെ ആവില്ല UDF ഭരിക്കുമ്പോൾ ഉണ്ടാവുക എന്നുകൂടി അദ്ദേഹം
എല്ലാവർക്കും ഉറപ്പ് നൽകുന്നുണ്ട്. അക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുടെയും നിർദ്ദേശം, കുട്ടികളുടെയും മുതിർന്നവരുടെ എല്ലാം നിർദ്ദേശവും എല്ലാം സ്വീകരിക്കും, ജനങ്ങൾക്ക് വേണ്ടിയാവും ഭരിക്കുക എന്നുകൂടി അദ്ദേഹം ഉറപ്പ് നൽകുന്നു. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനട്ടൻ, പെരിന്തൽമണ്ണ. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്നഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിയം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.